പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നാണ് RCB. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ വിരാട് കോഹ്ലിയുടെ ടീമായ RCBക്ക് പക്ഷേ ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ല. പലതവണ IPL ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിലും കിരീടഭാഗം RCBക്ക് ലഭിച്ചില്ല. 2024 സീസൺ IPL പ്ലേ ഓഫിൽ എത്തിയെങ്കിലും എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റ് RCB പുറത്താവുകയായിരുന്നു. IPL 2025 സീസണ് മുന്നോടിയായി മെഗാ താരലേലം നടക്കാനിരിക്കുന്നതിനാൽ വലിയ മാറ്റങ്ങളുമായിട്ടായിരിക്കും ടീം അടുത്ത സീസണിൽ ഇറങ്ങുക. ലേലത്തിന് മുൻപ് നിലനിർത്താൻ സാധിക്കുന്ന കളിക്കാരുടെ എണ്ണത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ചില കളിക്കാരെ RCB ലേലത്തിന് മുമ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ടീമിൽ നിന്ന് പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. വരാനിരിക്കുന്ന മെഗാ ലേലത്തിന് മുൻപ് RCB ടീമിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഏറ്റവും അധികം സാധ്യതകളുള്ള ഒരു വിദേശ താരം ഫാഫ് ഡു പ്ലസിസ് ആണ്. നിലവിൽ ടീമിന്റെ നായകനായ ഫാഫിന് പ്രായം 40 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ തന്നെ വിരമിച്ചു കഴിഞ്ഞ ഫാഫ് നിലവിൽ ഫ്രാഞ്ചൈസി ടൂർണമെന്റുകളിൽ മാത്രമാണ് കളിക്കുന്നത്. 2022 മുതൽ 3 വർഷക്കാലം RCBയുടെ ക്യാപ്റ്റനായിരുന്ന ഫാഫിനും ടീമിന്റെ കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഭാവി കൂടി മുൻനിർത്തി ഫാഫിനെ ഒഴിവാക്കി പകരം പുതിയ ക്യാപ്റ്റനെ ലേലത്തിലൂടെ സ്വന്തമാക്കാനായിരിക്കും ബാംഗ്ലൂർ ശ്രമിക്കുക എന്നാണ് വിലയിരുത്തൽ. 2025 സീസൺ IPL മുൻപ് നടക്കാനിരിക്കുന്ന മെഗാ ലേലത്തിന് മുന്നോടിയായി RCB ടീമിൽ നിന്ന് പുറത്താക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള മറ്റൊരു താരം ഗ്ലെൻ മാക്സ്വെൽ ആണ്. കഴിഞ്ഞ സീസണിൽ ദയനീയ പ്രകടനമായിരുന്നു RCB ജേഴ്സിയിൽ മാക്സ്വെലിൻ്റേത്. 10 ഇന്നിംഗ്സുകളിൽ നിന്ന് ആകെ 52 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. RCBയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ മാക്സ്വെലിനായിട്ടില്ല. വലിയ തുകയ്ക്ക് സ്വന്തമാക്കിയ മാക്സ്വെലിനെ വിട്ടുകളഞ്ഞ് പകരം ആ സ്ഥാനത്തേക്ക് മികച്ച യുവതാരത്തെ കൊണ്ടുവരാനായിരിക്കും RCB ശ്രമിക്കുക എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ കഴിഞ്ഞ IPL താരലേലത്തിൽ 1.5 കോടി രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്വന്തമാക്കിയ കളിക്കാരനാണ് ടോം കറൻ. പേസ് ബോളിംഗ് ഓൾറൗണ്ടറായ ഈ ഇംഗ്ലണ്ട് താരത്തെ പക്ഷേ അടുത്ത മെഗാ ലേലത്തിന് മുമ്പ് RCB ഒഴിവാക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. മെഗാ ലേലത്തിൽ കർണേക്കാൾ മികച്ച വിദേശ ഓൾറൗണ്ടർമാർ ലഭ്യമായിരിക്കും എന്നത് തന്നെയാണ് ഇതിന് കാരണം. 2024 സീസണ് മുൻപുള്ള താരലേലത്തിൽ 11 കോടി രൂപയ്ക്കായിരുന്നു വെസ്റ്റ് ഇൻഡീസ് പേസറായ അൽസാരി ജോസഫിനെ RCB ടീമിലെത്തിച്ചത്. എന്നാൽ ആകെ 3 കളികളിൽ മാത്രമാണ് താരത്തിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചത്. ഇതിൽ ഒരു വിക്കറ്റ് മാത്രം നേടാനായ അൽസാരിയുടെ എക്കോണമി 11.9 ആയിരുന്നു. മെഗാലേലത്തിൽ നിരവധി മികച്ച പേസർമാർ ലഭ്യമായിരിക്കും എന്നതിനാൽ വൻ തുകയ്ക്ക് വാങ്ങിയ അൽസാരിയെ RCB ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന സൂചനയുണ്ട്. ഇത്രയുമാണ് നിലവിലെ വിലയിരുത്തൽ. മെഗാലേലം എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണാം.